ഏത് ബാറിലാ നീ പോണേ? എല്ലാ ബാറിലും പോയിട്ടുണ്ട് സൂര്യ ബാർ, മറ്റേ ബാറില്ല. അതല്ല ബാർ കൗൺസിൽ, മനസ്സിലായ? പിന്നെ ഞാൻ വെച്ചാണ്ട് വക്കീലുമാരൊക്കെ ചുറ്റിരുന്ന് വെള്ളം അടിക്കുന്ന അവര് ആ ഒരു സംഘടനയാണ് ബാർ കൗൺസിൽ. അതല്ല ബാർ കൗൺസിൽ, അത് വേറെ. അയ്യോ സാറേ, അതെന്നെ അരിഷ്ടമാണ് സാറേ, അരിഷ്ടമാണ് സാറേ, നഗരത്തിലുള്ള അരിഷ്ടമാണ് സാറേ, എടുക്കല്ലേ സാറേ. കേസ് വാദിക്കുന്ന കാര്യങ്ങളിലേക്ക് സാറിന് ഈ കേസ് വാദിക്കണം, അതിനുള്ള പെർമിഷൻ വേണം, അത്രയല്ലേ ഉള്ളൂ. അവന് വേണ്ടി സംസാരിക്കാൻ സാറിനെ സമ്മതിക്കണം. അത്രയല്ലേ ഉള്ളൂ. അതെ, അതിനാണല്ലോ ഈ കഥ മൊത്തം പറഞ്ഞത്. അതെ, ഈ കഥയെല്ലാം വെറും തേപ്പല്ലേ? കള്ളം, പച്ചക്കള്ളം. സമ്മതിച്ചല്ലോ. അച്ഛനാരും അമ്മയാരെന്ന് പോലും അറിഞ്ഞോണ്ടായിരിക്കും. കസാര അടിയിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നു, ഒന്നെടുത്ത് മാറ്റിക്കോട്ടെ, അത് നീങ്ങുന്നില്ല. എന്തൊരു തൽക്കാലം ഇങ്ങോട്ട് വേണ്ട അണ്ണാ, ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് വാദിക്കാം. സാറേ, എന്നെ ഈ കസേര എടുക്കുന്നു, എടുക്കുവോ? Any other officer in charge? ഹലോ Sir, hello. ഹലോ. Sir, my name is Parindu Vasu, elder brother of Kannapi. I just want to know why this guy is cuffed. പബ്ലിക്കലി വെടിവെച്ചു. സാർ, ആരെയാണ് വെടിവെച്ചത്, എന്താണ് വെടിവെച്ചത് എന്നൊന്ന് പറയാമോ? വെടിവെച്ചത് മുച്ചിരിയാണെന്നാണ് പറഞ്ഞത്, അത് പുള്ളിയെ കൺഫസ് ചെയ്തിട്ടുണ്ട്. സാർ, മുച്ചിരി എന്റെ ബോഡി പറഞ്ഞു. സാറേ, ഓൾറെഡി നമ്മുടെ ഈ കേസ് ഇന്നലെ DOJ പോയിട്ട് കേസ് ഇപ്പോ ഓൾറെഡി ഓൺഗോയിങ് ആണ്. ഇപ്പൊ കറന്റ് ഇപ്പോ കേസ് അവിടെ വിളിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കേസസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് ഒരു വക്കീലുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ DOJ അടുത്ത് പറ്റുമോ? റിക്വസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഈ കാര്യം പറഞ്ഞേക്കട്ടെ, വന്ന മന്ദാരക്ക് പറ്റില്ല പറഞ്ഞേക്കട്ടെ. He's a qualified LLB. It's around 5 years. He studied day and night and passed out. സാർ, ഞാൻ ഡെയിലി ബാർ കൗൺസിലിന്റെ എല്ലാ ഇതും സാറേ, ഞാനാണ് ആളാണ്, ഞാൻ DOJ-യിലാണ് വരുന്നത്. സാറേ, നമ്മള് മധുരയുടെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ലീഗലി പേപ്പേഴ്സ്, അത് മീൻസ് കോർട്ടില് ലോയർ ലൈസൻസ് പോലത്തെ പേപ്പേഴ്സ് മധുരയ്ക്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സിറ്റിയുടെ പുതിയ റൂൾ പ്രകാരം സിറ്റിയുടെ ഒരാൾക്ക് വേണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 2 ദിവസമൊക്കെ എടുക്കും. പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് സാർ. നമുക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലുമാരൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അല്ല സാർ, നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു വക്കീലുണ്ടായിരുന്നു. പുള്ളി ഒരു ചെറിയ സർജറിയിലാണ്. അപ്പൊ പുള്ളി ഇല്ലാതെ നമുക്ക് വേറെ ആരും വിശ്വാസമില്ല. പക്ഷെ അവന് വേണ്ടി വാദിക്കാൻ നമ്മൾ ചേട്ടന്മാർക്ക് ഒരു അവസരം തരണം സാർ, സംസാരിക്കാൻ. കണ്ണാപ്പിക്ക് ഇന്നലെ നമ്മൾ കോർട്ട് ചെയ്യുന്നത് വാദിക്കാനുള്ള ഒരു കൂടുതൽ സെൽഫ് കണ്ണാപ്പിക്ക് തന്നെ വാദിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. അയ്യോ, അതിനുള്ള കഴിവാണ് സാർ, സ്വന്തമായിട്ട് വാദിക്കാനുള്ള കഴിവ്. ഈ മിസ്റ്റർ ജോക്കി എന്ന് പറയുന്നത് താങ്കളുടെ ഫാമിലി ഉള്ളതാണ്? എന്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ്. അപ്പം മിസ്റ്റർ ജോക്കി ഇന്നലെ കോർട്ടിൽ പറഞ്ഞിരുന്നു കണ്ണാപ്പിക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന്. അപ്പം കണ്ണാപ്പിക്ക് അതുകൊണ്ട് ഇന്ന് വാദിക്കാൻ പറ്റത്തില്ല. അണ്ണാ, ഞാൻ പറയട്ടെ, അതിനുള്ള എല്ലാ പ്രൂഫായിട്ടാണല്ലോ ഞാൻ കോടതിയിലോട്ട് വരുന്നത്. നമ്മളെ മണ്ടനാക്കിയാണ് അണ്ണു ഇന്നലെ എന്നെ ഇറക്കാൻ വേണ്ടിട്ടാണ്. അത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മത്തിലാണ്. ക്യാമറ ആംഗിൾ, ഈ ക്യാമറ ആംഗിൾ ഉണ്ടല്ലോടാ, ഇത് എടാ, ഈ ബംഗാളിയെ ഞാൻ എന്റെ മുടിയെല്ലാം കൊണ്ടുപോയടാ. അവൻ എന്നെ അങ്ങ് പ്ലക്കിയടാ. എന്നെ ഇത് കാണുമ്പോ എനിക്ക് വിഷമം വരണടാ. ഇത് എന്താണ്, അവൻ കടിച്ചു പറിച്ചാടാ. അവൻ ഇവിടെ കടിച്ചെടുത്തോണ്ട് പോയാടാ ഇവൻ.
ഫേസ് ക്യാം അതാണ് പറയുന്നത്. എടാ എന്റെ തൽസ് പോയോടാ? എനിക്കും കണ്ടുകൂടാ. പോയോ? പോയി എനിക്കും കണ്ടുകൂടാ. എടാ അതെന്താ? എന്റെ ഞാൻ എനിക്കൊന്നും പോയില്ലല്ലോ. എനിക്കൊക്കെ പോയി എന്നിട്ട് വന്നു. Guys, വന്നോ? അതെന്ത് പറ്റിയതാ? ഡ്രോപ്ഡ് ഫ്രെയിംസ് വല്ലതും നോക്കട്ടെ. ഇല്ലല്ലോ, എന്റെ നെറ്റിന് ഇഷ്യൂ ഒന്നുമില്ല. സാറേ ഹലോ. ഹലോ സാറേ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻസ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡിയോജിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള കാര്യം ചെയ്തു തരാം. സാർ നമുക്ക് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ 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 ഓക്കെ. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് പരിന്തുവാസു സാർ. പരിന്തുവാസു. ഇവരുടെ നാഥനാണോ? അതെ കുടുംബത്തിന്റെ നാഥൻ. മദാര ഒന്ന് കുറച്ച് സംസാരിച്ചായിരുന്നു ലോറിന്റെ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് മദാരെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മിസ്റ്റർ എസ്ആർക്ക് വളരെ ജപ്തി ചെയ്ത് കഷ്ടപ്പെട്ടായിരുന്നു കുറെ നേരമായിട്ട്. ജപ്തി ചെയ്തിട്ട് ഓടുന്നുണ്ടായിരുന്നു പുള്ളി. സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആണ് ആള്. പക്ഷെ നിങ്ങളൊരു അവസരം കൊടുത്തില്ല. നിങ്ങളുടെ കമന്റ് എനിക്ക് കാണുന്നില്ലല്ലോ. ഒന്ന് പേടിച്ചു. എന്താ പറഞ്ഞാ എന്റെ നെറ്റ് ഒന്ന് പോയിട്ട് വന്നതുപോലെ ബാറിൽ പോകുന്ന കോടതിയിലല്ലേ അമ്മ പോണ്ടേ? എടാ ഒന്നെടാ, നീ മന്ദരം ഇങ്ങോട്ട് വന്നേ. നീ അവിടെ എന്തിനു പറഞ്ഞ ഡെയിലി ബാറിൽ പോകുന്നൊക്കെ? പിന്നെ ബാറിൽ പോകുന്നതല്ലേ? ഏത് ബാറിലാ നീ പോണേ? എല്ലാ ബാറിലും പോകുന്നുണ്ട് സൂര്യ. മറ്റേ ബാറില്ല, അതല്ല ബാർ കൗൺസിൽ, മനസ്സിലായ? പിന്നെ ഞാൻ വെച്ചാണ്ട് വക്കീലുമാരൊക്കെ ചുറ്റിരുന്ന് വെള്ളം അടിക്കുന്ന അവര് ആ ഒരു സംഘടനയാണ് ബാർ കൗൺസിൽ. അതല്ല ബാർ കൗൺസിൽ, അത് വേറെ. ഇത് നീ ഡെയിലി ആയിട്ട് അടിക്കാൻ പോണ സ്ഥലം. അത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാ വരുവാണ്. കടാപ്പി കൂടെ തന്നെ ഉണ്ട്. കോടതിയിലോട്ട് വണ്ടി ഇറ. ഒരു പ്രശ്നമുണ്ട്. ആ അണ്ണു വട്ടാന്ന് പറഞ്ഞാണ് സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് കോടതിയിൽ എന്തൊക്കെയാ പറഞ്ഞെന്ന് ആദ്യം എന്നോടൊന്ന് പറഞ്ഞു തന്നെ. അതെ സാറ് എന്തോ കേട്ടില്ല. എന്തോ സാറേ കേട്ടില്ല. പറഞ്ഞാണ് അപ്പൊ നമ്മള് കണ്ണാപ്പി നോർമലാന്ന് പറഞ്ഞ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോ അണ്ണുവിനെതിരെ കേസാവും. ഇല്ല, അത് ഞാൻ നോക്കിക്കോളാം. എടാ ആദ്യം വന്ന ആൾക്കാരെ, ഇപ്പൊ കിടക്കാൻ പോണ ആൾക്കാരെ ഇറക്കാം. പിന്നെ രണ്ടാമത് ജോക്കി ഇറക്കാലോ നാളെ. അതിന് അടുത്ത കള്ളത്തിന് അപ്പോഴത്തേക്കും കണ്ണാപ്പി ഒളിപ്പിക്കാലോ നമുക്ക്. എടാ സത്യങ്ങള് നിരത്തി നമുക്ക് ജയിക്കാലോ. സത്യങ്ങൾ പറയാലോ. ഞാൻ വിചാരിച്ചോ ഇതാണ് ജഡ്ജി അണ്ണൻ വക്കീലിന്റെ മുന്നിൽ ഇത്രയും പറഞ്ഞത്. അത് നമ്മുടെ ആളാണെന്നല്ലടാ ഞാൻ വിചാരിച്ചേ. അവനാണിത് ജഡ്ജി. ഇത് വെച്ച് അവന് ഹലോ ജഡ്ജി, ഇപ്പൊ പറഞ്ഞത് വെച്ച് എന്നെ ജഡ്ജി ചെയ്യരുത് കേട്ടാ. ആ ലോയർ ആണ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇനിയിപ്പോ പൈ പോയാ മതി. എന്തായാലും ഇറക്കാൻ പറ്റില്ല. അല്ല വണ്ടി എടുത്തു പോയി പറഞ്ഞ് വേറെ എന്തെങ്കിലും കള്ളത്തരം പറയാം. നമ്മുടെ പയ്യനെ ഉരുട്ടുന്നതിന് മുമ്പ് ചെല്ലടാ പെട്ടത്. ഡ്രസ് മാറ്റാനുള്ള സമയമൊന്നും ഇല്ല. എടാ ഏതെങ്കിലും ഒരു ഡ്രസ് ഷോപ്പിലോ നിർത്തുവാടാ. ഏതെങ്കിലും ഒരു ഡ്രസ് ഷോപ്പില് ഈ ഡ്രസ് ഇട്ട് പോയ അവനകത്താ. കോട്ടൊക്കെ ഇട്ടിട്ട് പോകണം. കോട്ട് സ്യൂട്ട് ഏതെങ്കിലും ഡ്രസ് സേവ് ഡ്രസ് ഏതെങ്കിലും ഇട്ടിട്ട് വരാം. പെട്ടെന്ന് വരാം.
തൽക്കാലം ഇത് അതിട്ട് പോവാം. ഭയങ്കര തടി വെച്ച പോലെ ഉണ്ട്. ഇത് വേണ്ട, ഇത് തടി വെച്ച പോലെ ഉണ്ട്. ആ തൽക്കാലം ആ, ഇതിട്ട് ഇത് പോവാം. മതി. ഈ അപ്പ. വാ. വാ. ഹലോ ഹലോ Sir, kindly side please. everyone getting കേറ്, കേറ്, കേറ്. Getting fully റഫറിയാ? എടാ, നീ ദേ ഇവിടെ കളിക്കുന്ന ഇവിടെ സാറ്റലൈറ്റ് എല്ലാരും പറയണ എന്നെ റഫറിയെ പോലെ ഉള്ളത്. ഞാൻ ഇതിന്റെ അകത്തോട്ടാണ്. അകത്തോട്ട് വരും, അകത്തോട്ട് വരും, അകത്തോട്ട് വരും. അയ്യോ സാറേ അതെന്നെ അരിഷ്ടമാണ് സാറേ, അരിഷ്ടമാണ് സാറേ. നഗരത്തിലുള്ള അരിഷ്ടാണ് സാറേ, എടുക്കല്ലേ സാറേ. ഹലോ പരിന്ത സാറേ, സാറിന് പെട്ടെന്ന് വരാം. അതെ, ഇരുന്നോളൂ. ഓക്കെ. മിസ്റ്റർ പരിന്തുവാസം അല്ലേ? അതെ സാർ, നമസ്കാരം. നമസ്കാരം. ഇരുന്നോളൂ മിസ്റ്റർ പരിന്ത്. നിന്നോളാം സാർ, നിന്നോളാം. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്. യു ക്യാൻ സിറ്റ്. സാർ അപ്പോയിന്റ്മെന്റ് സാറിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേരയോട് ചേർന്ന് നിന്നിട്ട് ജെ മസിൽ അമർത്തിയാൽ മതി. കസേരയോട് ചേർന്ന് നിൽക്കൂ. ജെ മസിൽ. ആ മിസ്റ്റർ എന്തിനാണ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് മിസ്റ്റർ പരിന്ത്? സാർ അപ്പോയിന്റ്മെന്റ് അല്ല സാർ, ഞാൻ അതെ അപ്പോയിന്റ്മെന്റ്. അത് നമ്മളെ സാർ കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തിന്റെ പേര് തക്കടുവാവാന്നാണ് കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എന്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നേ കണ്ണാപ്പി. അപ്പൊ അംഗമാണ് ഇപ്പോഴും സ്റ്റിൽ. അല്ല കാര്യം യു ആർ ടോക്കിംഗ് ടു ദ കോർട്ട് ഓഫ് ലോ, സോ പറയുന്ന വാക്കുകൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ബഹുമാനപ്പെട്ട കോടതി അറിയുന്നതിന് കണ്ണാപ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും തക്കടു വീട്ടിൽ അധോലോകം എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരംഗമാണ്. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, പെട്ടെന്ന് എനിക്ക് കണ്ണാപ്പി എന്ന് പറയുന്ന ഈ അംഗത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ വരികയും കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്നും പറഞ്ഞ് എനിക്ക് കുറച്ച് മുമ്പ് ഒരു കോൾ വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മുച്ചിറി എന്ന് പറയുന്ന വേറൊരു സഹോദരനുണ്ട്. ഈ സഹോദരനെ ഇന്നലെ മുതുക്കിൽ വെച്ച് വെടിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് PD ഓഫീസേഴ്സ് ഈ കണ്ണാപ്പിയെ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ വെടി കൊണ്ട ആളും വെടി വെച്ച ആളും എനിക്ക് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ വെടി വെച്ച ആൾക്കും പരാതിയില്ല, വെടി കൊണ്ട ആൾക്കും പരാതിയില്ല, ആർക്കും ഒരു പരാതിയില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണാപ്പി ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറ് പറയുന്നത് ഇതൊരു വെടി കൊണ്ട ആളിനും വെടിവെച്ച ആളിനും പരാതി ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാതെ കേസ് എടുത്തു എന്നുള്ളതാണോ സാർ പറയുന്നത്? അയ്യോ, അങ്ങനെ ഒരിക്കലും കോടതിയെയോ ഇവിടുത്തെ പീഡിയെയോ പരിഹസിച്ചോ കളിയാക്കിയോ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞോ ഞാൻ സംസാരിക്കത്തില്ല. എന്റെ ജഡ്ജി ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു കേസിനെ പറ്റി സംസാരിച്ച് തീർപ്പാക്കാൻ. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് പരന്തുവാസു ദയവേത് ഞങ്ങളോട് ക്ഷമിക്കണം, ബിക്കോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസല്ലേ മിസ്റ്റർ? അതെ. അപ്പം ഇത് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, വെടി വച്ച ആളിനും കൊണ്ട ആളിനും അത് പരാതി ഇല്ല എന്നിരിക്കലും മുതുക്കെന്ന് പറയുന്നത് ഒരു ക്ലാസിഫൈഡ് പൊതുസ്ഥലമാണ്, കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അത്യന്തം അപകടകരമാണ്. അതെ. അത് കളഞ്ഞു കിട്ടിയോ ഇല്ല അയാൾ ഉണ്ടാക്കിയോ ഇല്ല കൊല്ലന്റെ ആലയിൽ പോയിട്ട് ഉണ്ടാക്കിയോ ഇല്ല നിങ്ങളുടെ കുടുംബം സപ്ലൈ ചെയ്തോ, അതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന കേസുകള് ഒന്ന് പബ്ലിക് വയലൻസ്, രണ്ടാമത്തത് ഒരു PD ഓഫീസറിനെ കൊല്ലാൻ നോക്കി, മൂന്നാമത്തത് ഒരു പബ്ലിക് പ്ലേസിൽ വയലൻസ് ഉണ്ടാക്കി, ബാൻഡിസ്റ്റിംഗ് ഓഫ് വെപ്പൺസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഞാൻ ശരിക്കും പറഞ്ഞാൽ സാർ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് ഇത് പറയാനല്ല. സാർ എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ അതിന്റെ കാര്യങ്ങളിലേക്ക് എത്താൻ ഞാനിപ്പോ നേരെ വന്നിട്ട് സാർ ഈ കഥ പറഞ്ഞു തന്നിട്ട് കണ്ണാപ്പിയുടെ കേസ് പറ്റിയതായിരുന്നു, എനിക്ക് അവര് വേണ്ടി സംസാരിക്കണം, നിങ്ങൾ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ സാറിനെ അപമാനിക്കുന്ന പോലെ ആവൂലേ അത്?
അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സാർ ഇപ്പുറത്തെ പ്രതിക്കൂട്ടി കേറുമല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സാർ, അതാ പറഞ്ഞേ. അത് ഞാൻ റെസ്പെക്ട് ചെയ്ത് സാറിൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളോടുകൂടി സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് സാർ അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വേണ്ടുന്നത് ഞാൻ പറയാൻ സാറിൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് മേടിക്കാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പറഞ്ഞോളൂ സാർ, കണ്ണാപ്പിക്ക് വേണ്ടി ഹാജരാവാൻ ഞങ്ങൾക്ക് ഒരു ലോയർ ഇല്ല. ഇല്ല, ഞങ്ങളുടെ ലോയർ ഒരു സർജറിക്ക് പോയിരിക്കുകയാണ്. അല്ല, മിസ്റ്റർ മുച്ചിരി എന്ന് പറയുന്ന ഒരാള് ഫോർജറി ആയിട്ട് ബന്ധപ്പെട്ട് അതും ഒരു കേസ് വന്നിട്ടുണ്ട് പിടിയുടെ ഭാഗത്ത്. സോറി, മദാര. അയാള് വക്കീൽ ലിസ്റ്റിൽ ഇല്ലാത്ത ആള് വക്കീലാന്ന് പറഞ്ഞ് പിടി കയറി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലെ ആളാണോ? അതെ. മൊത്തത്തില് തക്കുടുക്കാരൊക്കെ പ്രശ്നക്കാരാണ് അല്ലേ മിസ്റ്റർ വാസു? സാർ, ഈ ഒരു 3 കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും നീറ്റാണ് ഞങ്ങളുടെ കുടുംബം. മുതുക്കിൽ ആരെടുത്ത് അന്വേഷിച്ചാലും പറയാം, അത്ര തറവാട്ടി പറഞ്ഞ ഒരു കുടുംബമാണ് ഞങ്ങൾ ഈ സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അറിയോ സാർ? സാർ, ഇവിടുത്തെ സാറേ ഒരു പോയിന്റ്, 1 ലിറ്റർ പാല് പാഷാണമാക്കാൻ 1 തുള്ളി ഫൈനയുടെ മതി. സാറ് 3 തുള്ളിനെ പറ്റി പറഞ്ഞുകൂടെ? ഏത് പറഞ്ഞോളൂ. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണോ നീഗൻ സ്മിത്തും ചന്ദ്രബോസും? സാർ, ഈ 5 എണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല, നമ്മൾ നീറ്റാണ്. മൊത്തം എത്ര പേരുണ്ട് കുടുംബത്തിൽ? ഇങ്ങനെ ഒരു 5-6 എണ്ണം ഉണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി നീറ്റാണ്. നമ്മുടെ സൈഡ് വശം എല്ലാം കൊണ്ടും എല്ലാം അല്ലേ സാറേ? സാർ, അതിപ്പോ എല്ലായിടത്തും ഉണ്ടാവൂലേ സാർ ഒരു പാഷാണത്തിൽ കൃമി? അല്ല, പാഷാണത്തിന് ഒരു കൃമിയാണെങ്കിൽ സഹിക്കാം മിസ്റ്റർ വാസു. എനിക്ക് തോന്നുന്നു വാസു ഇപ്പൊ നമ്മൾ സംസാരിച്ച ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് യു ആർ എ ഗുഡ് ഗായ്. താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളവരെ പറ്റി എനിക്ക് വലിയ പിടുത്തമല്ലേ. എനിവേ, എന്തായാലും ആ പിടിയിലെടുത്ത ഫോർജറിയുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞോളൂ. സാറിന് വക്കീലിന്റെ ഇഷ്യൂ അല്ലേ? ഹരിത? അല്ല, ഹരിത വേണ്ട സാർ. അല്ലല്ല, ഹരിതയാണ് നിങ്ങൾ വക്കീലിനെ ഏർപ്പാടാക്കി തരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. അതല്ല സാർ, ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഈ കേസിൽ സാർ കണ്ണാപ്പിയെ പറ്റി ഏറ്റവും കൂടുതൽ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ അറിയാവുന്ന ആൾ ഞാനാണ്. പിന്നെ സാർ, ഇത് സാറിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കാണണം സാർ. ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. 10ൽ ഫുൾ A+, +2 ഫുൾ A+. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അല്ലമീൻ പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ്, പിന്നെ ഗവൺമെന്റ് HSS കലഞ്ഞൂർ +1 +2. കലഞ്ഞൂർ പത്തനംതിട്ട ജില്ല. അതെ, പുറത്ത്. ഞാൻ പുറത്ത് വിദേശത്ത് പഠിച്ച സ്റ്റുഡന്റ് ആണ്. അപ്പോ സാർ, ഞാൻ സമയത്ത് തൊട്ടേ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വക്കീലാവണം എന്നൊക്കെ. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളും ബാക്കിയൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല സാർ. എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനൊരു കേസ് വാദിച്ച് മറ്റേ SC ഓണർ എന്നൊക്കെ പറഞ്ഞ് ഈ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ പോയി. അച്ഛൻ മരിച്ചുപോയി. അപ്പൊ പിന്നെ എങ്ങനെയാണ്? കണ്ണടയുന്നതിന് മുമ്പുള്ള കാര്യമായിരുന്നു പരിഗണിക്കായിരുന്നു അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? ഒരാളുടെ ലാസ്റ്റ് ആഗ്രഹം എന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞു തന്നത് സാർ. ഇതേ ആഗ്രഹം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയെ ഫീഡ് ചെയ്ത് കൊടുത്തു. അമ്മയ്ക്കും ഇപ്പൊ ഈ പറയണതുപോലെ അസുഖമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് കിടക്കുക. എക്സ്എംഡിനെ വിളിച്ചിട്ട് ഒരു ഡി ലെവൽ ആംബുലൻസ് വിളിച്ചിട്ട് ആദ്യം അമ്മേനെ കോർട്ടിൽ എത്തിക്കാൻ പറയൂ. എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അയ്യോ, അത് വേണ്ട, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം. അമ്മ മറ്റേ ഇതിനകത്താണ്, ICUലാണ് എല്ലാ കാര്യങ്ങളും. മറ്റേ നമുക്ക് ഡി ലെവൽ ICU വിളിക്കാം മിസ്റ്റർ പരന്ത്. അയ്യോ, അത്രയ്ക്ക് കോംപ്ലിക്കേഷനിലോട്ട് പോകണ്ട നമുക്ക്. കുഴപ്പമില്ല, അതിന്റെ ചെലവ് മൊത്തം കാര്യം അത് വേണ്ട. ഇപ്പൊ ഈ കേസ് വാദിക്കണ്ടേ? നമുക്ക് കേസ് വാദിക്കുന്ന കാര്യങ്ങളിലേക്ക് സാറിന് ഈ കേസ് വാദിക്കണം, അതിനുള്ള പെർമിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ. അവന് വേണ്ടി സംസാരിക്കാൻ സാറിനെ സമ്മതിക്കണം. അത്രയല്ലേ ഉള്ളൂ. അതെ, അതിനാണല്ലോ ഈ കഥ മൊത്തം പറഞ്ഞത്. അതെ, കഥയെല്ലാം വെറും തേപ്പല്ലേ? കള്ളം, പച്ചക്കള്ളം. സമ്മതിച്ചല്ലോ. അച്ഛനാരും അമ്മയാണെന്ന് പോലും അറിഞ്ഞോണ്ടായിരിക്കും. സാർ, 1 മിനിറ്റ് ഒന്ന് പുറത്ത് വരികയാണ്. ഞാൻ അതിന്റെ നിയമവിഷയങ്ങളൊന്ന് പഠിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ. പ്രതിക്കൂട്ടാണോ? സോറി, സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രതിക്കൂട്ട്.
ഞങ്ങൾ സെർച്ച് ചെയ്യും. തിരിച്ചു പോകുന്ന ടൈമിൽ വാസുവിനെയും കണ്ണാപ്പിനെയും സെർച്ച് ചെയ്യും. വേറെ സാധനങ്ങൾ കൈമാറാൻ പാടില്ല എന്നുള്ള ഒരു റൂളും കൂടെ അതിനകത്ത്. അല്ല സാർ, ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാനാണ് ഈ കേസ്. അതെ, കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാന്നാണ് കണ്ണാപ്പി കോർട്ടിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറയണത് പറഞ്ഞാൽ സാറ് പോലും അവിടെ പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് തോറ്റത് എന്തായാലും കേസ് തോറ്റ്. വിധി നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇത്ര സമയം ഇത്ര ആൾക്കാരുടെ ഇതൊക്കെ ഉണ്ട്. അവനത് സംസാരിക്കാനുള്ള ഒരു കഴിവില്ല സാർ. കാരണം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കറിയാതെ ഞാൻ അവന്. പിന്നെ വേറൊരു കാര്യം പറയാം സാർ. ഞാൻ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ അവൻ മാനസികമായിട്ട് ഭയങ്കര ഒരു ഡൗൺ ടൈമിൽ നിൽക്കുന്ന സമയമാണ്. ഇതൊക്കെ അവനൊരു മെന്റൽ ട്രോമയാണ്. അപ്പാർട്ട് ഫ്രം ദ കേസ് ആൻഡ് ഓൾ, ഒരു മാനസിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സാർ. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് ഇവിടെ പറയാം. ഇത് ഞാൻ വെളിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല സാർ. ഒരാളുടെ hold on. Get me the XMD. Hello radio, get me the XMD. വാസു, അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു കാര്യം ചെയ്യാം. ലൈക്ക് XMDനെ വെച്ച് ഇപ്പോൾ XMDയും കൂടെ ഉള്ള സമയത്ത് വാസു ഈ കാര്യം പറയുക. പറഞ്ഞതിന് ശേഷം XMD പുള്ളിക്കാരനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം XMD പറയാണ് അങ്ങനെ ഒരു ഡീപ് ഡിപ്രഷനിലുള്ള ആളാണ് എന്നുള്ളത് XMD സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വാസുവിന് ഈ കേസ് വാദിക്കാനുള്ള ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റ് തരാൻ പറ്റും. ഓക്കെ, XMD കാര്യം കൂടെ വിളിക്കും സാർ, എനിക്ക് പറയാനുണ്ട്. കേട്ടില്ല. XMD കാര്യം കൂടെ സാർ വിളിക്കുമോ? എനിക്ക് അവരോടൊപ്പം ഒരുമ നമുക്ക് പറഞ്ഞോളൂ, പ്രൊഫസൻ പറഞ്ഞോളൂ. സാർ, ഇന്നലെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ജോക്കർ അതേപോലെ ജോണി ഇവർ രണ്ടുപേരും ഇതേ റീസൺസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ല അവരെന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞ റീസൺ ഒന്ന് പറയോ? ഹരിത, ഞാൻ XMD ഹെഡ്, ദെൻ വാസു, വെളിയിൽ ഇറങ്ങും എന്നെങ്കിലും ഈ കോട്ടിന്റെ പുറത്ത് അന്ന് ഇവന്റെ മുട്ട പിടിച്ച് ഞാൻ ഓടക്കും. ഓക്കെ, വാസുവിന് പറയാനുള്ള വാസുവിനോട് പറയാം. മിസ്റ്റർ XMD, ഹലോ ഡോക്ടർ കേക്കാവോ? രാഘവൻ സാറേ. സാറേ, ഇപ്പൊ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും അബൌട്ട് മിസ്റ്റർ കണ്ണാപ്പി. അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കണ്ണാപ്പിനെ എക്സാമിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഡീപ് ഡിപ്രസീവ് സ്റ്റേറ്റിലാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം അസസ് ചെയ്ത് എനിക്ക് ഇപ്പൊ തന്നെ റിപ്പോർട്ട് തരണം വിത്തിൻ 5 minutes. ഓക്കെ, പറഞ്ഞോളൂ മിസ്റ്റർ വാസു. സാർ നമസ്കാരം, എൻ്റെ പേര് പരുന്ത് വാസു. സാർ ഡോക്ടർ കേൾക്കാവോ? ഹലോ സാർ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് മൂളാവോ? ഓക്കെ, താങ്ക് യു. സാർ, എൻ്റെ പേര് പരുന്ത് വാസു. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന കണ്ണാപ്പിയുടെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ണാപ്പി എന്ന് പറയണത് അവൻ്റെ മെൻ്റൽ സ്റ്റേജ് എന്ന് പറയണത് ഭയങ്കര വീക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതും സാർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ആ കുട്ടി ഐസ്ക്രീം മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു മൈക്രോ സെക്കൻഡ് അവനെ നോക്കി ഒന്ന് ചിരിച്ചതാ. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്ന് ഇടിച്ച് ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചു. അത് കണ്ട് അവന് ട്രോമയായി. അവന് ട്രോമ എന്ന് പറഞ്ഞാൽ ലൈക്ക് സാർ എനിക്ക് എങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ തൊട്ടപ്പുറത്തെ വളവിലുണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അല്ലല്ല ഞങ്ങൾ തൊട്ട് ഈ ഐസ്ക്രീം കടയുടെ ഒരു ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ആംബുലൻസ് വരുന്നു. ഈ കുട്ടിക്ക് CPR കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ കിടക്കുക, അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുക. ഈ കയ്യിൽ കിടത്തിയാണ് CPR കൊടുക്കുന്നതും ഇതുമെല്ലാം. വായിക്കൂടെയും മൂക്കിക്കൂടെയൊക്കെ ചോര വരുന്നു. അവൻ ഫുള്ള് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു തരത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ കൊച്ചിനെ ആശുപത്രിയിലോട്ട് എടുത്ത് മാറ്റിയതും ഇതെല്ലാം. അത്രയ്ക്കും ട്രോമയിൽ. അതിനുശേഷം അവൻ എന്തൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും. മരിച്ചുപോയി സാർ. എന്തോ കേട്ടില്ല. ആദരാഞ്ജലികൾ. എന്താ പോയവരെ പറ്റി ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് പരന്തവാസ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു PTSD കാരനാണെന്നാണ് പറയുന്നത് ഡോക്ടറെ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാവോ? ഓക്കെ, പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് തരണേ. മിസ്റ്റർ പരന്തവാസ്, യു ക്യാൻ വെയിറ്റ് ഔട്ട്സൈഡ് ഫോർ 5 minutes. പ്രൈവറ്റ് ഇവിടെ ഉണ്ടാവില്ല. അപ്പം പ്രോസിക്യൂഷൻ ഇത് കേൾക്കത്തില്ല സാർ. അപ്പൊ അതനുസരിച്ച് പ്രോസിക്യൂഷൻ ഇല്ല. വൺ സൈഡ് അല്ല. ഇപ്പൊ നിലവിൽ പ്രോസിക്യൂഷൻ ഇല്ല. ഇപ്പൊ നിലവിൽ ജഡ്ജസ് ആൻഡ് ചീഫ് ജസ്റ്റിസ് മാത്രമേ ഉള്ളൂ.
കണ്ണാപ്പി പറഞ്ഞു. ഇത് ഇച്ചിരി ഞങ്ങളെല്ലാരും ഇങ്ങനെ കൂടി ഇച്ചിരി പ്രൈവസി തരുമോ? ഇതിനകത്ത് ഇദ്ദേഹത്തിന് കയറ്റി സംസാരിപ്പിക്കുന്ന വലിയ കാര്യമാണ്. അണ്ണാ സംഭവം ഞാൻ പറഞ്ഞുതരാം. ബാലചന്ദ്രൻ സാറ് പുള്ളിക്കാരൻ എന്നെ ഇന്നലെ വാടകൂട്ടകളെ വിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അടുപ്പിച്ചു. സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. പറയുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ അഡ്മിസിബിൾ ആയിരിക്കും. ഓക്കെ, കോടതി ഉൾപ്പെടുത്തുക. കാര്യം ചീഫ് ജസ്റ്റിസും ജസ്റ്റിസും ഇവിടെ നിൽക്കുകയാണ്. നീ എന്ത് പറയുന്നു അത് നിന്റെ ടെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കും. മനസ്സിലായില്ല. മൊഴിയായിട്ട് എടുക്കും. താൻ എന്ത് പറഞ്ഞാലും അത് തന്റെ മൊഴിയായിട്ട് കൺസിഡർ ചെയ്യും. കാര്യം അപരാധമാണ് ഇപ്പോൾ. മാത്രമേ ഉള്ളെന്നാണ് പുറത്ത് അത് അവനത് കളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴും ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതുകൊണ്ട് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നീ ബുദ്ധി ഇല്ലാത്തവനാ മണ്ടനാന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പുട്ട് പോലെ ഇറങ്ങി വരുന്നത്. ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാണ് സംഭവം. സംഭവം എന്ന് വെച്ചാൽ ഈ എന്നെ പിടിച്ചോണ്ട് വേണ്ട. കാരണം ഈ പീഡിക്ക് ബോഡിക്കാൻ വേണ്ട. അപ്പൊ ഞാൻ മുതുക്കി ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പൊ മുച്ചിരി എന്നെ രണ്ടിടി ഇടിച്ചു. മുച്ചിരി എന്നെ രണ്ടിടി ഇടിച്ചപ്പോഴത്തേക്ക് പോലീസ് അതുവഴി പാസ് ചെയ്തു പോയി. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഒരാൾ പച്ചമുടി ഒരാള് വെടി വെച്ച് കൊന്നു. അതിനു മുമ്പേ ആ പച്ചമുടിക്കാരൻ തന്നെ 2 പീഡിയെ വെടിവെച്ച് കൊന്നു. അപ്പോഴത്തേക്ക് ചന്ദ്രു അവിടെ പോലീസ് ഒന്ന് ചോദിച്ചു ആരാ വെടിവെച്ചെന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രു എന്റെ തലയിൽ ഇട്ടിട്ട് എന്നെ എടുത്തോണ്ട് പെറുക്കിക്കൊണ്ട് പോയി. പെറുക്കിക്കൊണ്ട് പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ അവിടെ ചെന്നെ പോലീസുകാർ ഇടിച്ചു മെഴുകി. പാടകൂട്ടങ്ങൾ വെച്ചിട്ട് ഇടിച്ചു മെഴുകി. അതുപോലെ തന്നെ ഭരചന്ദ്ര സാർ എന്നെ കൺവിൻസ് ചെയ്ത് എനിക്ക് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് മന്ദബുദ്ധിയാണെന്ന് കൺവിൻസ് ചെയ്തിട്ട് മറ്റേ എന്നെ അകത്തിടാനുള്ള പരിപാടിയാണ്. അപ്പൊ താങ്കൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? എനിക്ക് വട്ടില്ല സാർ. അവന് വട്ടാണെന്ന് നമ്മളല്ല വട്ടല്ലെന്നല്ല പറഞ്ഞത് സാർ. സ്വന്തം ഈ പറയണത് പോലെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വന്തം മുമ്പിൽ വെച്ച് വണ്ടി ഇടിച്ചതിന്റെ ഒരു വിഷമം. സംഭവം എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. കേസ് തോറ്റ് കാറ്റി ഇങ്ങനെ എന്റെ ഫ്രണ്ടിൽ വണ്ടി ഇടിച്ചു മരിച്ചു. ഏത് വണ്ടിയായിരുന്നു? ഇപ്പം ഞാൻ വണ്ടിയാണോ ആദ്യം നോക്കുന്നത് അതോ ഇടിച്ച ആളായിരിക്കും സാർ ആദ്യം നോക്കുന്നത്? ഇടിച്ചിട്ട് എന്തായിരുന്നു സംഭവം ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറയാമോ? വണ്ടി ഇടിച്ച് പിന്നെ ഓർമ്മയില്ല, മറന്നുപോയി. എന്തായാലും ഹോൾഡ് ചെയ്യാം. അത് ഒരു ഡിപ്രഷൻ 2 ഉണ്ടായിരുന്നു. ജഡ്ജ് 2 പേരുണ്ട്. വാസു ഇവിടെ നിന്നോളൂ, കുഴപ്പമില്ല. വാസു പ്രത്യേകിച്ച് ഒന്നും പറയണ്ട കേട്ടോ. സാർ അവൾ ഐസ്ക്രീം മേടിക്കാൻ പോയിരുന്നു. ഐസ്ക്രീം മേടിക്കാൻ പോയി റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അവൾക്ക് വണ്ടി ഇടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു സാർ. സന എന്നാണ് പേര്. ആള് പട്ടാളക്കാരിയായിരുന്നു. അപ്പം ഞാൻ ഇടക്കിടക്ക് അങ്ങ് യുദ്ധത്തിലൊക്കെ പോവായിരുന്നു. സനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മിഥുന്റെ കേസ് ഫയലിംഗ് എടുക്കണേ ഷറഫുദ്ദീനെ. ഇടയ്ക്കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞില്ലെങ്കിൽ അത് വേണ്ട സാർ. ഞാൻ പറഞ്ഞ ഡിപ്രഷനിലോട്ട് പോകും. അതുകൊണ്ട് വേണ്ട. പിന്നെ മറ്റേ ഡെലൂലുവിന്റെ പിന്നെ ഡെലൂലുവിന്റെ ചാണകം നടക്കട്ടെ. എക്സാമിനേഷൻ നടക്കട്ടെ. ഹലോ സാർ. വാസു എന്റെ കൂടെ വരാം. വാസു, ഇറ്റ് ഈസ് ദ കേസ്. ഈ ഒരു കേസിന് വേണ്ടി മാത്രം യു ക്യാൻ അപ്പിയർ, ബട്ട് നോട്ട് ആസ് എ ലോയർ, ആസ് എ നോർമൽ പേഴ്സൺ. ഓക്കെ. പക്ഷെ താങ്കൾ കോർട്ടിന്റെ ഡെക്കോറം അതിന്റേതായിട്ടുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എനിക്കറിയാം സാർ, എനിക്കറിയാം. ആ ഡെക്കോറം താങ്കൾ എപ്പോഴാണോ ഓവർഷൂട്ട് ചെയ്യുന്നത് അപ്പൊ തന്നെ താങ്കൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഇല്ല സാർ. That will be fair enough, അല്ലേ ഭരത്? ഭരത്, കാരണം ബാസ് ഞാൻ തകർക്കാൻ പോവാണ്. ഇന്ന് കസർ, ഇന്ന് ലേറ്റ് നൈറ്റ് വക്കീൽ RP. നാളെ തൊട്ട് നിങ്ങൾ എന്നെ പരുന്തുവാസു LLB എവിടെയാണ്? ഈ സീറ്റിലാ.
കസാര അടിയിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നു, ഒന്ന് എടുത്ത് മാറ്റിക്കോട്ടെ, അത് നീങ്ങുന്നില്ല. അവൻ ഡൗൺ ടു എർത്ത്, அதனால அப்படிதான். നടന്നുകൊണ്ട് ഇരിക്കട്ടെ, ഓർമ്മ പോവും. കണ്ണു നമ്മളൊന്നും കണ്ടില്ല. എന്തൊരു ഗതികേട്. അണ്ണാ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് വാദിക്കാം. സാറേ എന്നെ ഈ കസേര എടുക്കുന്നു എടുക്കൂ. സാറേ നടന്നുകൊണ്ടേ നടന്നുകൊണ്ട് സാർ അങ്ങനെയല്ല, സൈഡില് ഇതുപോലെ മൊത്തം ഓറേ പോയട്ടെ. കുഴപ്പമില്ല സാറ് നിന്നോളൂ. പറയാ എന്റെ ഓറ മൊത്തം പോയട്ടെ. അണ്ണാ ഫോൺ നോക്കിക്കേ, ഫോൺ സാർ ഒക്കെ ക്ലിയർ അല്ലേ? ഒന്ന് പറയുന്നത് റേഡിയോയില് കയറണം. കയറുമ്പോ സാറിന്റെ പേര് മാറ്റണം. സാറേ അതിൽ പേര് മാറ്റിയിട്ട് ഡിഫൻസ് ലോയർ അല്ലെങ്കിൽ അതിന്റെ പേര് ഷോർട്ട് ആക്കിയിട്ട് ഡിഫൻസ് ലോയർ പാസ് എന്നുള്ള രീതിയിൽ ഇടണം. ഓക്കെ, ഷുവർ സാർ, ഷുവർ സാർ. ഹലോ സാറേ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഹാജരാണോ? വിളിക്കുന്നു. There is a issue in the communication actually. Okay, we are experiencing some sort of issues. ഡിഫൻസ് ലോയർ പറ്റൂലല്ലോ. Please consider that also. വാസു LLB. Yes, Your Honor. Okay. Then it's number 977/2026 State versus Kannapi for the proceedings. State versus